ഒരുപാട് വെറൈറ്റികളുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് പഞ്ചസാര ശർക്കരയാണ് കേട്ടോ, പക്ഷെ ചായ എന്നൊക്കെ പറയാൻ പനഞ്ചക്കര കേട്ടോ. ഇതോ ഉണ്ടാ, ഇതാണ് ചെമ്പകപ്പൂവിൻ്റെ കളറുള്ള ഉണ്ട് ശർക്കര. ഹായ്, നമ്മുടെ ഗണേഷ്. നമ്മളിപ്പോ എങ്ങോട്ടാ വന്നിരിക്കുന്നത്? നമ്മളിപ്പോ ഗണേഷ് വെള്ളത്തിലേക്കാണ്. ഗണേഷ് വെള്ളം നമ്മളെ റെഗുലർ വർഷങ്ങളായിട്ട് എടുക്കുന്ന ഒരു ഷോപ്പാണ്. ശർക്കര അതായത് ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റി നമുക്ക് നോക്കാം. ശർക്കരയിൽ എന്തെല്ലാം വെറൈറ്റി നമ്മുടെ ഉണ്ട ശർക്കരയിൽ ക്വാളിറ്റിയുള്ള ശർക്കരയാണ്. വെള്ള കളറിലാണ് വരുന്നത്. ഇത് അമ്പലങ്ങളിൽ ചിലപ്പോൾ വെള്ള കളറിൽ പായസം വെക്കാനും അങ്ങനെയുള്ള യൂസാണ് അത്. മിഠായികൾ ഉണ്ടാക്കാനൊക്കെയാണ് അത് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരു മിക്സിങ് ഇല്ലാത്ത ഐറ്റംസ് ഉള്ള ശർക്കര ഓരോന്നായിട്ട് കാണിക്കുക. ഇതെന്താ ചേട്ടാ ഈ ശർക്കര? പനഞ്ചക്കര, കരിപ്പെട്ടി. ഇതാണ് നമ്മൾ കരിപ്പെട്ടി ചായ എന്നൊക്കെ പറയാൻ പനഞ്ചക്കര കേട്ടാ. ഇതോ ഇത് സെക്കൻഡ് ക്വാളിറ്റി. ഇതെന്താണ് നമ്മുടെ കരിപ്പെട്ടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. കരിപ്പെട്ടി. ഇതോ ഇതും കരിപ്പെട്ടി തന്നെ. അപ്പോൾ പക്ഷെ ഇതിലെന്താ വ്യത്യാസങ്ങൾ? 3 എണ്ണം ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളാണ് കേട്ടോ. റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയാണ്. ഇതുണ്ട ശർക്കരയിൽ തന്നെ 3-4 കളർ ശർക്കര വരും. നമുക്ക് പശയുള്ള ശർക്കര എന്ന് പറയും, അതേപോലെ അത് വരും. ചെമ്പകപ്പൂവിൻ്റെ കളറുള്ള ശർക്കര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ. ഇതാണ് ചെമ്പകപ്പൂവിൻ്റെ കളറുള്ള ഉണ്ട് ശർക്കര. ഇതൊന്നും പഞ്ചസാര മിക്സിങ് ഇല്ലാത്ത ശർക്കരയാണ്. പിന്നെ നമുക്കിത് ശർക്കര പൊടി കണ്ട. ഇതാണ് നമ്മൾ ഏതാ ബ്രാൻഡ് ചേട്ടത്? സെൽവൻസ് തൊട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇതിൽ ഒട്ടും പഞ്ചസാര മിക്സിങ് വരുന്നില്ല എന്നാണ് പറയണത്. കുറച്ച് തീരുമാനം. നമുക്ക് ഷുഗർ പേഷ്യൻസിനൊക്കെ ഒരു നേരമൊക്കെ ചായ കുടിക്കട്ടോ, 2ാമത്തെ നേരം കുടിക്കണ്ട. നമ്മൾ ശർക്കരയിലേ ഒരുപാട് വെറൈറ്റികളുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. നമ്മൾ വിചാരിക്കും പായസത്തിനൊരു ശർക്കര പക്ഷെ പൊതുവായിട്ട് എല്ലാവരും വാങ്ങിക്കൊണ്ടും. പക്ഷെ നമ്മളൊരു പ്രോഡക്ട്സ് ഇറക്കണവർ, ഇപ്പോൾ നമ്മൾ സ്ഥിരം ഉണ്ണിയപ്പം ഉണ്ടാക്കണ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനനുസരിച്ച് അവർ സ്ഥിരമായിട്ട് ഒരു ശർക്കര കൊണ്ടുപോകും. നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഒരുപാട് പായസത്തിന് ശർക്കരകൾക്ക് വ്യത്യാസമുണ്ട്, അതുപോലെ അരിഷ്ടങ്ങൾക്ക് ശർക്കരയുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഒക്കെ പഞ്ചസാര മിക്സിങ് കേട്ടോ. അങ്ങനെ നമ്മുടെ നമ്മുടെ ഗണേഷ് വെല്ലം. ലൊക്കേഷൻ എവിടെയാണ്? വലിയങ്ങാടി. മസാല സോഡയ്ക്ക് അടുത്താണ് കേട്ടോ. അടുത്താണ് ഗണേഷ് വെല്ലം. അപ്പൊ നിങ്ങൾ സന്ദർശിക്കുക. 60 വർഷത്തെ പാരമ്പര്യം ആണ് ഓരോ കാര്യങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ യൂട്യൂബിൽ നമ്മൾ ഇടുന്നത്. അതായത് ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു സ്ഥാപനം. ഓക്കെ എടുക്കണം. പിന്നെ അതുപോലെ നെല്ലിക്ക അരിഷ്ടങ്ങൾക്കൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ ഓരോന്നിനും ഓരോതാണ് കേട്ടോ ശർക്കരകളിൽ. അപ്പോൾ നമ്മൾ ശർക്കര എന്ന് പറയുമ്പോൾ ഓരോ ഐറ്റംസൊക്കെ ഓരോ ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പോൾ ശർക്കരയിൽ നമ്മൾ പലവിധ ശർക്കരകൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഷബാനാസ് കിച്ചണിലൂടെ എന്തെല്ലാം ഒരു വെറൈറ്റികൾ ഉണ്ടെന്ന് കാണിക്കാം. ഫുഡിൽ എന്തെല്ലാം കാര്യങ്ങൾ ശർക്കരയിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വേണ്ട അക്സസറീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.